ഹായ് ഗായ്സ്, നമ്മുടെ എപ്പോക്സി വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഈ എപ്പോക്സിയുടെ നമ്മൾ ഫൈബറിൻ്റെ കുറച്ച് മാൻ്റെ കാര്യങ്ങളും മറ്റേ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ചെയ്തത് നമ്മൾ സിമെൻറ്റിൻ്റെ വർക്കിൻ്റെ ആയിരുന്നു. ഇത് ഫൈബറാണ്. അപ്പോൾ ഈ ഫൈബറിൽ ചെയ്ത കുറച്ച് മാനുണ്ട്. അപ്പോൾ അതും അതിൻ്റെ എല്ലാം പെയിൻറ്റിങ്ങും കൂടെ ചെയ്തതിന് ശേഷം ഇന്ന് നമ്മളത് വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് എപ്പോക്സിയുടെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ നമ്മൾ പുട്ടിയിട്ടതിന് ശേഷം പ്രൈമർ അടിച്ചു. ഇത് പഴയ ഒരു വർക്കായിരുന്നു. അതിപ്പം അത് മോശമായിരുന്നുകൊണ്ടെല്ലാം കളയാനുള്ള ഭാഗമൊക്കെ കളഞ്ഞ് വീണ്ടും അത് പുട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി. നമ്മൾ സ്റ്റീൽ പുട്ടിയാണ് അതിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ സ്റ്റീൽ പുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാറിനൊക്കെ ഇടുന്ന പുട്ടിയാണ്. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ പേപ്പറെല്ലാം പിടിച്ച് നല്ല വൃത്തിയാക്കിയ ശേഷം നമ്മൾ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈമറിന് ശേഷം നമ്മൾ ബേസ് കളർ നമ്മൾ ആദ്യമേ സിമെൻറ്റിൻ്റെ മാന അടിച്ച തന്നെ അതേ ബേസ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബേസ് കളറെല്ലാം അടിച്ച ശേഷം പിന്നെ നമ്മളതിൻ്റെ ആ രോമങ്ങളുടെ ഒരു രീതി, ഇത് കാരണം ഇത് ഫൈബറിൻ്റേതായ വളരെ സ്മൂത്താണ്. അപ്പോൾ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മളൊരു റഫ് വർക്ക് അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് പെബ്ബിയോയുടെ ഓയിൽ ട്യൂബാണ്. ഓയിൽ ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓയിൽ പെയിൻ്റ് എന്ന് പറയും, ഓയിൽ ട്യൂബ് എന്ന് പറയും. അത് നമ്മൾ ഈ പേസ്റ്റ് പോലെ വരുന്ന ഒരു പെയിൻ്റാണ്. അത് നമ്മൾ ഈ പോർട്രേറ്റൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കളറാണ്. അപ്പോൾ അത് നമ്മൾ ചൈന മെയ്ഡാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ചൈന മെയ്ഡാണെങ്കിൽ കൂടി ഇത് നല്ല ക്വാളിറ്റിയുള്ള പെയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫെയ്ഡ് ആവത്തൊന്നുമില്ല. അപ്പോൾ ഈ കളറാണ് നമ്മൾ അതിൻ്റെ രോമങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിലായിട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ രോമങ്ങളായിട്ട് വരയ്ക്കുന്നില്ല. അതിനുവേണ്ടി ഉപയോഗിക്കുന്നൊരു ഹോഗിൻ്റെ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഈ ഹോഗിൻ്റെ ബ്രഷ് ആകുമ്പോഴത്തേക്ക് അതിന് തന്നെ ഒരു വെറുതെ ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ പോലും അത് കുറേ ലൈനുകൾ രോമം പോലെ വീഴും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ കൂടാതെ നമ്മൾ ഇത് നമ്മൾ ഫൈബറിൽ ഉള്ളൊരു ഐറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇത് വളരെ സ്മൂത്താണ്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളർ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ തൊലി പൊളിച്ച് കളഞ്ഞ ഒരു ഫീലായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ കുറച്ച് ഡീറ്റെയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ ഫീൽ ചെയ്യത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പഴയ ആ സിമെൻറ്റിൽ ആദ്യം ചെയ്ത 2-3 മാന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ഡോട്ട് ഇടാനുണ്ടായിരുന്നു. ചെറിയ ഒരു 3 മാൻ മുകൾ ഭാഗത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ 3 മാന് കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് പുള്ളിമാനെ സെറ്റാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിമാനെ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ ഡോട്ട്. ബാക്കി വരുന്നത് ഈ വേറെ സിമെൻറ്റിൽ തന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ കലമാൻ ടൈപ്പുള്ള ഒരു മാനാണ്. അത് ഇതിനേക്കാളും കുറച്ച് നല്ല സൈസ് മാനാണ്. അപ്പം അതിന് പിന്നെ ഡോട്ട് ആവശ്യമില്ല. അപ്പോൾ ഇതിന് ഡോട്ടും ഒക്കെ ഇട്ട് ഇതിൻ്റെ കണ്ണും എല്ലാം ഒന്ന് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പണികളും നമ്മുടെ തീരുവാണ്. അപ്പോൾ ഇന്നുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വർക്ക് തീരുവാണ്. അപ്പം ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ വരുന്ന വർക്കുകളൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുതന്നെയല്ല, ഇനിയും ഇങ്ങോട്ട് അറബികളുടെ വീടുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. നമ്മുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സാധനത്തിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു റിവറാണ്. ചെറിയ റിവറെന്ന് പറയാൻ പറ്റുകയില്ല, ഒരു ചെറിയ തടാകം പോലെ. ഒത്തിരി ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. നമുക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മാത്രമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഭംഗി നൽകുന്ന ഒരു സ്ഥലമാണ്. ഇത് നമ്മൾ ആ 2 മാൻ കിടക്കുന്നതുണ്ട്. അപ്പോൾ ആ കിടക്കുന്ന മാൻ്റെ ഇത് ഡീറ്റെയിലും കൂടെ ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കുകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയ ലെങ്തുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കമൻറ്റുകൾ വളരെയേറെ പ്രയോജനം ചെയ്യാറുണ്ട്. കാരണം അടുത്ത വീഡിയോയ്ക്ക് അതൊരു ഇൻസ്പിറേഷനാകും. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി എല്ലാം ഓൾ ആക്കിയിടുവാണെങ്കിൽ നമുക്ക് ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മാൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ആ കൊമ്പ് ചെയ്യുന്നത്. കൊമ്പ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാനായിട്ട് ഈ കൊമ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൊമ്പെ പിടിച്ചാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് കൊമ്പും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊടണ്ട, പിന്നെ ഇരിക്കുന്നിടത്ത് അങ്ങ് ഇരുന്നാൽ മതി. അങ്ങനെ
അത് ആ പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കിതൊന്ന് പാക്ക് ചെയ്യണം. അതായത് ഇതെല്ലാം പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. അപ്പോൾ അതിന് നമ്മുടെ കൂടെ 2 പേരുണ്ട്. അവർ 2 പേരും കൂടി അതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് ഓരോന്നോരോന്നിട്ട് പാക്ക് ചെയ്യും. കാരണം നമ്മൾ പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂളിലെ പണി ബാക്കിയുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി നടക്കുന്ന സമയത്ത് പൊടിയൊക്കെ വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുതന്നെയല്ല, ഈ കിളികൾ ഒത്തിരി ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ വാതിക്കല വെള്ളം കിടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ കിളികളുണ്ട്. അപ്പം ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ട് ഇതിൻ്റെ പുറത്തെല്ലാം വന്നിരുന്ന് കാഷ്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ മൃഗങ്ങളും ഒന്ന് പാക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യുക. റോക്ക് മൊത്തം പാക്ക് ചെയ്യുന്നത് നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള ടൈമും ഇല്ല. അത് തന്നെയല്ല, അത്രയും പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. വളരെയേറെ പ്ലാസ്റ്റിക് ആവശ്യമായിട്ട് വരും. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഇവിടെ നല്ല കാറ്റുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് ഇത് കാറ്റെടുത്ത് കൊണ്ടുപോയി നേരെ വെള്ളത്തിൽ കൊണ്ട് കിട്ടുക, പിന്നെ അത് പോലീസ് കേസും ആവും. അപ്പോൾ അങ്ങനെ തന്നെ അതങ്ങ് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഈ ഗാർഡൻ്റെ പരിപാടികളൊക്കെ ഇനി ഇവിടെ കിടക്കുക. മൊത്തം ഗാർഡൻ്റെയും പണി കിടക്കുകയാണ്. ആ ഗാർഡൻ എല്ലാം പുല്ലുകളും ചെടികളും എല്ലാം വരാനുള്ളതാണ്. അപ്പോൾ അത് എല്ലാം ആയി വരുമ്പോഴത്തേക്ക് 2 മാസം എടുക്കും. അപ്പം ആ സമയത്തേക്ക് വന്നിട്ട് മൊത്തത്തിൽ ഒന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഫൈനൽ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇടാൻ ശ്രമിക്കാം. എന്തായാലും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.